എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമ്മൾ ഒരു തക്കാളി കുറുമ ഉണ്ടാക്കാൻ പോണത്. തക്കാളി കുറുമ, തക്കാളി ഒരു അര കിലോളം ഉണ്ട്. ഇത് ചെറുതാക്കി നുറുക്കണം. പിന്നെ ഉള്ളി, വലിയ ഉള്ളിയാണ് 2 എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ പൊട്ടുകടല വേണം, വെളുത്തുള്ളി വേണം, പിന്നെ കസകസ, പെരിഞ്ചീരകം, കുറച്ച് തേങ്ങ, പിന്നെ ഇതൊക്കെ വറുക്കാനുള്ളതാണ്. അത് വറുത്തിട്ട് കറിയിൽ വറുത്തിടാനുള്ളതാണ് ഇതൊക്കെ. പിന്നെ ഇതാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3 വേണം. പിന്നെ ഇത് 3 ഒന്ന് വറക്കണം, ചൂടാക്കണം. ഇതൊക്കെ അരിഞ്ഞിട്ട് പിന്നെ എങ്ങനെ കുറുമ ഉണ്ടാക്കാൻ നോക്കാം. തക്കാളി കുറുമ ഉണ്ടാക്കുന്നത് പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു കുറുമയാണ്, വെറൈറ്റിയാണ്. നല്ല പഴുത്ത തക്കാളിപ്പഴം തന്നെ വേണം, നല്ല അങ്ങനെ പഴുത്ത തക്കാളിപ്പഴം തന്നെ വേണം. അപ്പോഴേന് കളറും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ 1/2 കിലോൻ്റെ അടുത്തുണ്ട് ഇത് തക്കാളി. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാറ്റിനും കൂട്ടാം, ഇഡ്ഡലി, ദോശ, ചോറൊക്കെ. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള തക്കാളി കുറുമയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇത് വറുത്തിട്ട്, ഇത് 3 വറുത്തിട്ട് പിന്നെ അത് അരിഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് തക്കാളി കുറുമ ഉണ്ടാക്കാൻ ആരംഭിക്കാം. പിന്നെ സൂപ്പർ ടേസ്റ്റുള്ള ഒരു കുറുമയാണ്. എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല, എന്നാലും എല്ലാവർക്കൊക്കെ അറിയുണ്ടാവും. അറിയാത്തവർക്കാണ് പറഞ്ഞു തരുന്നത്. ഇഡ്ഡലി, ദോശ, പിന്നെ വെള്ളയപ്പം, പിന്നെ എല്ലാറ്റിനും കൂട്ടാം, ചോറിനും കൂടി കൂട്ടാം. ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ആരംഭിക്കാം. ആദ്യം സോമ്പോളിടാം, സോമ്പും കസകസി. എണ്ണയൊന്നും ഒഴിക്കണ്ട, ചുമ്മാ ചൂടാക്കിയാൽ മതി. ഭയങ്കര മണമുള്ള ഒരു കുറുമയാണ്. ദോശ, ഇഡ്ഡലിയൊക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ ഇങ്ങനെ നിറയെ ഒഴിക്കണം. ഒഴിച്ചിട്ട് ഇതാകണം. അപ്പോഴേണ് കുറച്ച് ഒഴിക്കാൻ പാടില്ല, കുതിർത്തി കഴിക്കണം. കുതിർത്ത രസം ഒഴിക്കണ മാതിരി. ഏകദേശം രസത്തിൻ്റെ ഒരു മാതിരിയാണ്, വെള്ളം പോലുള്ള ഒരു ഇതാണ് കളിക്കുറുമ. ഒക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ ഒഴിച്ചിട്ട് കുതിർത്തിയിട്ട് കഴിക്കണം. അതാണ് ടേസ്റ്റ്. ഇതാണ് കടലയും വെളുത്തുള്ളി ഇടുന്നുണ്ട്, പൊട്ടുകടല ഇടുന്നത്. ഒരു 2 സ്പൂണ്, 1 സ്പൂൺ നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണോ അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഒരു 5-6 വെളുത്തുള്ളി അല്ലി ഇടുന്നുണ്ട്. ഒന്നും കൂടി താവട്ടെ, നമുക്ക് തേങ്ങ ഇടാം. അപാര ടേസ്റ്റാണ്, അപാര കുറുമയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കണം, എന്നാലേ അറിയുള്ളൂ. വീഡിയോ ഫുള്ള് കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. വീഡിയോ ഫുള്ളും കണ്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കണം. എന്നും ചട്നി, സാമ്പാർ വെച്ച് കഴിക്കുന്നതിന് ഒരു ദിവസം മാറ്റി പിടിക്കണം. പിന്നെ കുറുമയും ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം എങ്ങനെ ഇഡ്ഡലിക്കും ദോശയ്ക്കും നന്നായിട്ടുണ്ടാവുക എന്നുള്ളത് അറിയില്ല. 2 ദോശ കഴിക്കുന്നവർ 4 ദോശ കഴിക്കും, 2 ഇഡ്ഡലി കഴിക്കണവർ 4 ഇഡ്ഡലി കഴിക്കും. അത്ര ടേസ്റ്റാണത്. പിന്നെ ഒന്നും ആവശ്യമില്ല, കൊണ്ടുപോകാനും വീട്ടിൽ കഴിക്കാനും. പിന്നെ വൈകുന്നേരം വരെ എന്നാലും കേടൊന്നും വരില്ല. തേങ്ങ ഇടുന്നുണ്ട്, 1 കപ്പ് തേങ്ങയുണ്ട്. ഇത് അരയ്ക്കാനുള്ളതാണ്, ഇത് അരയ്ക്കാനുള്ളതാണ്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലൊക്കെ തോനിടണം. മല്ലിയിലൊക്കെ നമുക്ക് കുറച്ചുണ്ട് ഇടാം. നല്ലൊന്നും വറക്കണമെന്നില്ല, ഒന്നും കൂടെ വെള്ളം വറ്റിയാൽ മതി. അടിപൊളി ടേസ്റ്റിലുള്ള തക്കാളി കുറുമയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം. ഇത്രയേ വേണ്ടുള്ളൂ. ഇത് ഒന്ന് ആറട്ടെ, അപ്പോൾ എന്നിട്ട് അരച്ചെടുക്കാം. കുറുമയ്ക്ക് വേണ്ട അരവ്
രാവിലെ കൂട്ടാം, ഉച്ചയ്ക്ക് കൂട്ടാം, വൈകുന്നേരം കൂട്ടാം, കേടൊന്നും വരില്ല. അതിന് വേണ്ടുള്ളൂ, നല്ലോണം ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ കുറുമ വയ്ക്കാനുള്ള ചട്ടി വയ്ക്കാം. പറയണ്ടോ, ഇനി നമുക്ക് ചൂടായിട്ട് അരച്ചെടുക്കാം. ആണ് കുറുമയുടെ അരവ്. നമ്മൾ ചട്ടി ചൂടാവട്ടെ. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി. എണ്ണ ഒഴിക്കണു. ഓയിലാണ് ഒഴിക്കുന്നത്. കടുകിട്ടു, കറാമ്പിട്ടു. കറാമ്പിട്ട് കുറച്ച് ഇട്ട് നിൽക്കണം. പൊട്ടിക്കറി ഇല ഇട്ടു. ഉള്ളി ഇടാം. ഉപ്പിടാം. ലേശം ഇഞ്ചി വെളുത്തുള്ളി ഇടണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പറയാൻ വിട്ടുപോയി. പച്ചമുളക്, അപാര ടേസ്റ്റിലുള്ളൊരു കുറുമയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കണം, എന്നാലല്ലേ അറിയുള്ളൂ. തക്കാളി കുറുമ. നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പച്ചമണക്കൊന്ന് പോട്ടെ, ഇങ്ങനെ മണം വരട്ടെ. തക്കാളി നല്ല പൊടിപൊടിയായിട്ട് എരിഞ്ഞ് വെച്ചാണ് പെട്ടെന്ന് ആവാനാണ്. വലിയ കഷ്ണമാക്കി മെല്ലെ ആവുള്ളൂ. ഇതിനാണ് നല്ല ഒന്നും കൂടെ ഇത് വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരട്ടെ. കറിവേപ്പിൻ്റെ ഇടാം. കറിവേപ്പിൻ്റെ ഇട്ടു. കറിവേപ്പിൻ്റെ രാജാവ് മാതിരിയാണ്. കറിയുടെ രാജാവാണ് കറിവേപ്പിൻ്റെ. കറികളുടെ, ഉപ്പേരികളുടെ ഒക്കെ മെയിൻ. വെള്ളമൊക്കെ വെച്ച് വരട്ടെ. പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിളച്ച് ഒരു 5 മിനിറ്റ് തിളച്ച് റെഡി ആകുമ്പോൾ നമുക്ക് തേങ്ങ ഒഴിക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു 5 മിനിറ്റ് നല്ലോണം ആവണം. നമ്മുടെ അപാര ടേസ്റ്റുള്ള തക്കാളി കുറുമ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഒരു വിധം ആയി കിട്ടി. നമുക്ക് വെള്ളം ഒഴിക്കാം. ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. എത്ര ക്വാണ്ടിറ്റി വേണം അത്ര നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം. അങ്ങനെ ഞങ്ങൾ ഒന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ കറി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അരപ്പ് അരച്ച് വെച്ചത് അങ്ങനെ അരയ്ക്കണം. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. നമ്മുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം. പേസ്റ്റ്, അരച്ച പേസ്റ്റാണ്. കൊടുക്കാം.
മണക്കാം. തക്കാളി കുറുമ തിളച്ചു. പെരുംജീരകപ്പൊടി ഉണ്ട്, കുറച്ച് ഗരം മസാല ഉണ്ട് ലാസ്റ്റ്. പെരുംജീരകപ്പൊടി ഇടണം, ഇതിലിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു ഇഷ്ടത്തിനിടാണ്, നമ്മുടെ സ്റ്റൈലിൽ അങ്ങനെ ഇട്ടു. നമ്മുടെ കുറുമ ഏകദേശം ഒരു ലെവലിലേക്ക് വന്നു. ഉപ്പും ഇതൊക്കെ നോക്കാം. നമ്മുടെ കുറുമ റെഡിയായി. ഇനി മല്ലിയില എത്ര തോനെ വേണമെങ്കിൽ ഇടുകയൊക്കെ ചെയ്യാം, കുറച്ചേ ഉള്ളൂ, ഉള്ളതിടാം നമുക്ക്. കുറുമ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. അങ്ങനെ ആയി, ഹാഫാക്കാണ്. ഇനി നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.